മിനിമൽ ഇസ് ദ ബ്യൂട്ടി ഗൈസ്. പൊട്ടിപ്പോയി ഗൈസ്. കണ്ണെഴുതാൻ എനിക്കൊരു കാരണവശാലും ഇങ്ങോട്ട് നോക്കിയാൽ പറ്റില്ല. എനിക്ക് കണ്ണാടി തന്നെ വേണം ഗൈസ്, പ്ലീസ്. നമ്മളിലെ പല ഗേൾസും മസ്കാരം നമ്മൾ നമ്മൾ വൃത്തിയുടെ എക്സ്പ്രസ് എന്തെങ്കിലും ഈ സാധനം കൊടുക്കാറുണ്ടെന്ന്. ഹലോ ഗൈസ്, എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്നൊരു എൻ്റെ ഒരു എവറിഡേ മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. യൂഷ്വലി ഞാൻ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്ത് ഔട്ടിങ്ങിനോ ഒക്കെ പോകുമ്പോൾ യൂഷ്വലി ചെയ്യാറുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അധികം ബ്ലാ 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 അടിക്കാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ ഫ്രണ്ട് പോർഷനിൽ മാത്രം എടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. ബിക്കോസ് മേക്കപ്പ് ചെയ്യുമ്പോൾ പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം എല്ലാം ഇപ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനും കൂടി ഉള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഫേസ് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നത് എനിക്ക് സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം തന്നെ ഞാൻ ചെയ്ത് ഒരു മിനിറ്റ് കേട്ടോ, വോയിസ് ഓവർ കൊടുത്താലോ? വോയിസ് ഓവർ കൊടുക്കാം. ഇനി നിങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 42 ആണ്. ഇത് എൻ്റെ കയ്യിലിരുന്നിട്ട് എന്തോ പറ്റിപ്പോയതാണ്. അപ്പം ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അണ്ടർ ഐസിൻ്റെ അവിടെയും ലിപ്പിൻ്റെ അവിടെയും മാത്രം ലൈറ്റായിട്ടൊന്ന് കൺസീൽ ചെയ്യും പോലെ ചെയ്തെടുക്കാറാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഞാൻ ആലോചിച്ചു ഗൈസ്, വോയിസ് ഓവർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. വോയിസ് ഓവർ വേണ്ട, നമുക്ക് സംസാരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നും ഇങ്ങനെ അല്ല ഞാൻ റെഡി ആവുന്നത്. ബിക്കോസ് ഇപ്പം ഞാൻ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും സിനിമയ്ക്കോ ഒക്കെ പോവുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിലാണ് ഞാനിങ്ങനെ, പിന്നെ ഞാൻ ഇവിടെ അല്ലേ നോക്കുന്നത്. ഓക്കെ, സമയം ഉണ്ടെങ്കിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് വളരെ മിനിമൽ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. വളരെ ബേസിക് ആയിട്ട് ഇച്ചിരി വൃത്തിക്കും എനിക്കൊക്കെ എങ്ങനെ പുറത്ത് പോകാമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ ഓഫീസിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ചെയ്യുന്ന മേക്കപ്പ് ലുക്ക് കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫൗണ്ടേഷൻ, എൻ്റെ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണത്. അത് ഞാൻ ജസ്റ്റ് എടുത്ത് അണ്ടർ ഐസിലും പിന്നെ ജസ്റ്റ് ലിപ്സിൻ്റെ അവിടെ മാർക്ക്, ഞാൻ അങ്ങനെ എല്ലാ മാർക്കൊന്നും ഹൈഡ് ചെയ്യാറില്ല. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഞാനിപ്പോൾ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് ഇത് ടിൻഡഡ് ലിപ് ബാം ആണ്, മേബിളിൻ്റെ. ലിപ് ബാമും കൂടെ ഇട്ടില്ലെങ്കിൽ എന്നെ കാണാൻ ഇങ്ങനെ ഇട്ടില്ല. ലിപ് ഗ്ലോസിൽ ഞാൻ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോസിനൊക്കെ എന്തോ പറ്റി ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല, എവിടേക്കോ പോയി, എനിക്കറിയില്ല എന്ത് ചെയ്ത. ഒരു ആംഗുലർ ബ്രഷ് എടുത്തിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അതിൽ ഡാർക്ക് ഒരു ബ്രൗൺ കളർ ഉണ്ട്. അത് വെച്ചിട്ട് ഔട്ടർ തൊട്ടാട്ടോ, അതായത് ഏറ്റവും അറ്റത്തുനിന്നാണ് തുടങ്ങുക. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ കിറ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ ഒരുപാട് വട്ടം റീപർച്ചേസ് ചെയ്തിട്ട് മേടിക്കുന്നതാണ്. ഭയങ്കര നാച്ചുറൽ ഫിനിഷ് തരും. ഒന്നാമത് ഞാൻ പറഞ്ഞത് എൻ്റെ ഐബ്രോസ് രണ്ട് ഷേപ്പിലും രണ്ട് രീതിക്കും അതിനൊക്കെ തോന്നും പോലെയാണ് ഇതിരിക്കാറ്. ഐബ്രോസ് എഴുതുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് ലൈറ്റിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇത്രയും ബ്രൈറ്റ് ലൈറ്റ്, ഒരു മിനിറ്റ്, ഇത് മതി എന്നെനിക്ക് തോന്നുന്നു, മതി. അതുപോലെ തന്നെ അപ്പുറത്തെ ബ്രോസ് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഇത് കുറച്ച് മെനക്കാണ് ഇരിക്കുന്നത് എൻ്റെ ഐബ്രോ. ഈ ഐബ്രോ അങ്ങനെയല്ല, നമ്മൾ മെനക്കാക്കി എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മൂഡ് അനുസരിച്ചാണ് എൻ്റെ ഐബ്രോസും ആയാലും എൻ്റെ സ്കിന്നായാലും ഇരിക്കാറ്. പക്ഷെ എനിക്ക് ഈ കിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് പിന്നെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തിന് ഓൾറെഡി ഇത് സ്പീഡാക്കിയിട്ട് ഒറിജിനൽ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. ഇപ്പോഴും ഞാൻ ത്രെഡ് ചെയ്ത് നിൽക്കാറില്ല. വല്ല ഇവൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ത്രെഡ് ചെയ്യാറ്. അപ്പോൾ ഇത് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫൈൻ. ഐബ്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ഡിഫൈൻഡ് ലുക്ക് കിട്ടും. ചില ദിവസങ്ങളിൽ മാത്രം ഞാൻ ഐ ഷാഡോസ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് ഏത് ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ എന്നോ എവിടെയോ പുറത്ത് പോയപ്പം ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ബട്ട് ഇതിനകത്ത് ചില കളേഴ്സ് വാസ് സോ പിഗ്മെൻറ്റഡ്. ആൻഡ് ഇതിൽ ചില കളേഴ്സ് എന്നല്ല, എല്ലാം ഈ സെൻറ്ററിലെ ഗ്ലിറ്റർ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സെൻറ്ററിലെ ഗ്ലിറ്ററും മറ്റേ ഒരുമാതിരി ഭയങ്കര ഗ്ലിറ്ററാണ്, അത് ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാറ് ഈ ഒരു ഓറഞ്ച് കളർ സാധനമാണ്, ബേൺഡ് ഓറഞ്ച്. അത് ഞാൻ ലൈറ്റായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കും. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഡസ്റ്റ് ഓഫ് ചെയ്തിട്ട്
എൻ്റെ സ്കിന്ന് ചില ദിവസങ്ങളിൽ ഭയങ്കര ഓയിലിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും കണ്ണിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കളർ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. മിനിമൽ ഇസ് ദ ബ്യൂട്ടി ഗൈസ്. ഓക്കെ ജി, ഇപ്പം തന്നെ കണ്ണിനൊരു ഇത് കിട്ടിയില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വിടാറുണ്ട് കണ്ണിന്, പിന്നെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇന്ന് നമുക്ക് ലൈൻ കൂടി ചെയ്യാം. ലൈൻ ചെയ്യാൻ ഞാൻ ഇപ്പം എടുക്കുന്നത് സുഡിയോൻ്റെ കാജലാണ് കേട്ടോ. കണ്ടോ, സുഡിയോൻ്റെ ബ്ലാക്ക് കാജല. ഭയങ്കര രസമാണ്, ഭയങ്കര പ്രിസൈസാണ്. സോ നമുക്ക് വിങ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നല്ല കാജലാണ്. ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഒരു അഫോർഡബിൾ ഇതിനാണെന്നുണ്ടെങ്കിൽ സുഡിയോൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ലൈക്ക് കോസ്മെറ്റിക്സ്, ബട്ട് ദിസ് വൺ ഐ വിൽ റെക്കമെൻഡ്. അപ്പം ഞാൻ കഴുതാം. കണ്ണെഴുതാൻ എനിക്ക് ഒരു കാരണവശാലും ഇങ്ങോട്ട് നോക്കിയാൽ പറ്റില്ല. എനിക്ക് അതിന് കണ്ണാടി തന്നെ വേണം ഗൈസ്, പ്ലീസ് എക്സ്ക്യൂസ്. കണ്ണെഴുതാൻ ഞാൻ അടിപൊളിയാണ് ഗൈസ്, ബിക്കോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വൺ ഓഫ് മൈ ഫേസിലെ ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ കണ്ണാണ്. അപ്പോൾ ഞാനത് നന്നായിട്ട് വെക്കാൻ വേണ്ടി നോക്കാറുണ്ട്. സോ ഇപ്പം വിങ് എഴുതുമ്പോഴായാലും അല്ലാതെ സ്മോക്കി ചെയ്യുമ്പോഴായാലും ഞാൻ അതിന് കുറച്ച് ടൈം കൂടുതൽ കൊടുത്തിട്ടായാലും നല്ല വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു മസ്കാര പേഴ്സൺ അല്ല. ഞാൻ വളരെ കുറച്ച് മാത്രം മസ്കാര യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഡെയിലി യൂസിൽ മസ്കാര എനിക്ക് കംഫർട്ടബിൾ അല്ല. എനിക്കറിയാം ഗൈസ്, നമ്മളിലെ പല ഗേൾസും മസ്കാര നമ്മൾ കഴിയുന്നത് നമ്മൾ വൃത്തികെട്ട എക്സ്പോസ് ഉണ്ടെങ്കിൽ ഈ സാധനം കൊടുക്കാറുണ്ടല്ലോ. ബിയോർഡ് ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഒരു ബ്ലഷാണ്. ഇത് കഴിഞ്ഞു, അതിൻ്റെ ആത്മാവ് ഒരു വിളിക്കുന്നുണ്ട് ഗൈസ് അതിനകത്തിരുന്ന്. എന്നാലും ഞാൻ വിടില്ല. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്ലഷാണ്. ഞാനൊന്ന് അണ്ടർ ഐസും ലിപ്പിൻ്റെ അവിടെയും കൂടി ഒന്ന് സെറ്റ് ചെയ്യും, ബിക്കോസ് മൈ സ്കിൻ ഇസ് വെരി ഓയിൽ. അപ്പം ഇത് മെബിലിൻ്റെ ഫിറ്റ്മീൻ്റെ 235 ഇതാണ് എൻ്റെ ഷെയ്ഡ്, 235. എനിക്ക് ഈ പൗഡറിനോട് എന്താണ് ഇത്ര ഇഷ്ടം എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതെൻ്റെ 4ാമത്തെയോ 5ാമത്തെയോ പാക്കാണ്. എൻ്റെ ഇവിടെ പാക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് കാണിക്കാം. ഐ എം ഒബ്സസ്ഡ് വിത്ത്. ഞാൻ വേറെ എന്ത് പൗഡർ യൂസ് ചെയ്താലും ഞാൻ തിരിച്ച് പിന്നെ മെബിലിൻ്റെ ഫിറ്റ്മീൻ്റെ ഈ റേഞ്ചിൻ്റെ ഇതിലിട്ട് തന്നെ വരും. ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. ഞാൻ അത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ, കാരണം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, ഫൗണ്ടേഷൻ വെച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് സെറ്റ് ചെയ്ത് അത് ലിപ്പിൻ്റെ. ചില ദിവസങ്ങളിൽ ഞാൻ ഈ ഔട്ട്ഫിറ്റ് വെസ്റ്റേൺ ആയിട്ട് ഇടാനാണ് ഇഷ്ടം. ചില ദിവസങ്ങളൊരു ദേശീയ ലുക്ക്. ഇതിൻ്റെ രസമാണത്. ഇത് ഞാൻ ബൈ ദ വേ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എടുത്ത ടോപ്പാണ്. ഇഷ്ടമായി പൊട്ടിപ്പോയി ഗൈസ്. ഓക്കെ ആണ് എന്ന് തോന്നുന്നു. നമുക്കിനി ലിപ്സ്റ്റിക് കൂടി ഇടാം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സസ് ഉള്ള ടിഷ്യൂ പേപ്പർ ഒന്നും കളയുന്നത് ഗൈസ്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഞാനിപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ. എന്നിട്ട് ഈ ലിപ് ബാം എക്സസ് ഉള്ളത് ഞാനിങ്ങനെ, ഞാൻ പറഞ്ഞില്ല ഇത് ഓൾറെഡി ടിൻറ്റഡ് ലിപ് ബാം ആണ്. സോ ഇറ്റ്സ് ലീവ് എ വെരി ലൈറ്റ് പിങ്ക് ടിൻറ്റ്. സ്വിസ് ബ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഒരു വൈറലായ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. കാണാൻ കൂടെയുടെ ഒരു ട്യൂബ് സാധനമാണ്. ഷെയ്ഡ് നമ്പർ ഇസ് 22. ഒരു വെരി അങ്ങനത്തെ ഒരു ബ്രൗൺ ഗൈസ്, ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഇതിടാം. സോ എൻ്റെ എവറിഡേ മേക്കപ്പ് ഇസ് ഡൺ. ഇതിൽ മാറുന്നത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്, പിന്നെ ഐസും. ഞാൻ ചിലപ്പോൾ ലൈൻ ചെയ്യാറുണ്ട്, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് വിടാറുണ്ട്, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ പോവാറുണ്ട്. സോ കഴിഞ്ഞു. ഇനി ഹെയറും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനൊന്നുമില്ല, അഴിച്ചിട്ടിട്ട് നമുക്കൊന്ന് കോംബ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഡൺ. അതായത് ഇതാണ് എൻ്റെ ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും ഓപ്പൺ ഹെയർ ആണ് ഇഷ്ടം. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഹെയർ അഴിച്ചാണ് ഇടാറ്. പിന്നെ ചിലപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ മാറ്റിയിട്ട് സൈഡോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾവേസ് ഐ ലൈക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈൽസ്. പിന്നെ ചിലപ്പോൾ ഒക്കെ പോണി കെട്ടാറുണ്ട്, ചിലപ്പം ട്വിസ്റ്റ് ചെയ്തൊക്കെ വെക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്ക് ആ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. സോ ബൈ.